പച്ചക്കറികൾ മേടിക്കാൻ പോയപ്പോൾ കുറച്ച് ബജ്ജി മുളകും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള അച്ചാറുണ്ടാക്കി സ്റ്റോർ ചെയ്യാനായിട്ടാണ്. നമ്മൾ കറികളൊന്നും ഇല്ലെങ്കിലും ഇതുപോലുള്ള അച്ചാറുണ്ടാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ഈ മുളക് അച്ചാർ വന്നിട്ട് ആലു പൊറോട്ട ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും പ്രത്യേകിച്ച് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ അച്ചാറിൻ്റെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാറുണ്ട്. ഓൾറെഡി ഞാൻ ബീഫ് അച്ചാറിൻ്റെ റെസിപ്പി ചാനലിൽ ഇട്ടിട്ടുണ്ട്. ചെക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് അതും കഴിക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ മുളകും ഒരു 5 നാരങ്ങയും കൂടി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. നാരങ്ങ വന്നിട്ട് ഒരു നാരങ്ങ 8 പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അത് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. 5 മിനിറ്റ് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതൊന്ന് മാറ്റിയതിന് ശേഷം ഒരു മൺപാത്രത്തിലേക്ക് 1/4 കപ്പിൽ കൂടുതൽ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക. 1/4 ലിറ്ററിൽ കൂടുതൽ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് ചൂടാക്കി എടുക്കണം. ആ ചൂടായി വരുന്ന ഗ്യാപ്പിൽ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം ഒന്ന് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 4 വലിയ ടേബിൾ സ്പൂണ് കശ്മീരി ചില്ലി പൗഡറും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂണ് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തരിതരിയൊന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് അത് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുളകും നാരങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഒരു 5 മിനിറ്റ് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത മുളകിൻ്റെ അളവൊക്കെ ഒന്ന് കുറഞ്ഞ് വരുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഉപ്പും പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിയും ഒരു 1/2 ടേബിൾ സ്പൂൺ കരിഞ്ചീരവും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് വീണ്ടും മിക്സ് ചെയ്തെടുക്കുക. 5 മിനിറ്റ് എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ട് സിമ്മിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അങ്ങനെയാണെങ്കിൽ ആ മസാലയിലുള്ള പച്ചമണം എല്ലാം മാറി കിട്ടും. നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനായിട്ട്. അതിൽ മസാലയൊക്കെ പിടിച്ച് കിട്ടിയിട്ട് കഴിക്കുമ്പോൾ. അപ്പോൾ അത് 5 മിനിറ്റിന് ശേഷം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടി നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചെടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് വെക്കുക. മൺപാത്രത്തിലായതുകൊണ്ട് അതിൽ കിടന്ന് ഒന്നും കൂടി അത് സോഫ്റ്റ് ആയിക്കോളും. ഈ സ്റ്റേജിൽ നമ്മൾ ചേർത്ത് കൊടുത്ത നാരങ്ങയും മുളകൊക്കെ നല്ലതുപോലെ സോഫ്റ്റായി കിട്ടും. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സൂക്ഷിക്കേണ്ടത് ഒരു ഗ്ലാസ് ജാറിൽ കഴുകി വൃത്തിയാക്കിയ ഗ്ലാസ് ജാറ് വെള്ളത്തിന് അംശമൊക്കെ തുടച്ചെടുത്തതിന് ശേഷം അച്ചാർ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞ ശേഷം നമ്മൾ അതിലേക്ക് ആക്കിയിട്ട് സ്റ്റോർ ചെയ്യാവുന്നതാണ്. പുറത്ത് വെച്ച് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ 1 മാസത്തോളമൊക്കെ നിൽക്കും. ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു 2 മാസമൊക്കെ അടിപൊളിയായിട്ട് തന്നെ കഴിക്കാം. നമ്മളത് ഉപയോഗിക്കാൻ എടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്ത സ്പൂണ് വേണം ഉപയോഗിക്കാനായിട്ട്. സ്പൂണിൽ വേണം എടുത്ത് ഉപയോഗിക്കാനായിട്ട്. അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കേട് വന്നു പോകും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഉണ്ടാക്കി സൂക്ഷിക്കുക. പെട്ടെന്നൊക്കെ നമുക്ക് ചപ്പാത്തിനൂടെ കഴിക്കണമെങ്കിൽ ഈ അച്ചാർ മാത്രം മതി. അത്രയും ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ മിനി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു മിനി വ്ളോഗുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.